എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കൃഷ്ണവന്ദേ ഭാഗവത പഠന ക്ലാസ്സിന്റെ 198ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് പ്രിയങ്കരനായ ഡോക്ടർ വിശ്വനാഥ് നമ്പൂരി സാറാണ്. സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം. ക്ലാസ് ആരംഭിക്കാം സാർ. ഇന്ന് 21ാമത്തെ അധ്യായം. വൈവായനോ വിരഹകാതരെ അദ്യുഹാവ തന്നയതയാ പരവോപിനേദുഃഖം സർവഭൂതഹൃദയം സമാധാനീയതായ നമ്മള് ഭാഗവതം 3-ാം സ്കന്ധത്തിലെ 21ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 20ാം അധ്യായം വരെ തുടർന്നാണ്. തൃതീയ സ്കന്ധം അധ്യായം 21. വിദുര ഉവാചാം സ്വായംഭുവക്ഷിതമനോഹ വംശ പരമഹം കഥ്യതാം ഭഗവൻ യത്ര മൈഥുനേനൈഹിരേ പ്രജാഃ. സ്വായംഭുവക്ഷിതമനോഹോ വംശഃ പരമഹമത. സ്വായംഭുവമനുവിന്റെ വംശം എല്ലാവർക്കും സമ്മതമാണ്, എല്ലാവർക്കും അറിവുള്ളതാണ്, സുപ്രസിദ്ധമാണ്. സമ്മതം, സുപ്രസിദ്ധം. കഥ്യതാം പറയൂ. ഭഗവൻ, ഹേ ഭഗവൻ, മൈത്രേയ മഹർഷിയെ പറയൂ. എത്ര മൈഥുനേന ഏധിരേ പ്രജാഃ. എവിടെയാണോ മൈഥുനം കൊണ്ട് പ്രജകൾ വർദ്ധിച്ചത്. മൈഥുനേന, മൈഥുനം കൊണ്ട്, ഏധിരേ വർദ്ധിച്ചു. മൈഥുനേന ഏധിരേ, മൈഥുനേനൈധിരേ. സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് ആ വംശം അഭിവൃദ്ധിയെ പ്രാപിച്ചത് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അത് പറയൂ. കഥ്യതാം ഭഗവൻ എത്രന്നേ ഉള്ളൂ, ഭഗവാൻ എന്നില്ല. ഭഗവൻ എത്ര കുടിച്ചെമ്പോൾ ഭഗവൻ എത്ര. കഥ്യതാം ഭഗവൻ എന്ന സംബോധനയാണ്. ഹേ ഭഗവൻ, അങ്ങ് പറയൂ. എത്ര മൈഥുനേന ഏധിരേ പ്രജാഃ. മൈഥുനം കൊണ്ട് യാതൊരു വംശത്തിൽ സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് സ്വയംഭൂമനുവിന്റെ വംശപരമ്പരയിൽ പ്രജകൾ വർദ്ധിച്ചു എന്നതാണ്. ആ പ്രജകളെ കുറിച്ച് കഥ്യതാം പറയൂ, കേൾക്കട്ടെ. സ്വയംഭൂവോക്ഷിതമനോ വംശപരമസമ്മതാം കഥ്യതാം ഭഗവൻ യത്ര മൈഥുനേനൈധിരേ പ്രജാഃ. സ്വയംഭുവക്ഷ്യ മനോഹോ വംശഃ പരമസമ്മത എത്ര മൈഥുനേന പ്രജാഃ ഏധിരേ. സ്വയംഭുവക്ഷിതമനോർവംശ പരമസമ്മതാം കഥ്യതാം ഭഗവൻ യത്ര മൈഥുനേനൈധിരേ പ്രജാഃ. സ്വയംഭുവക്ഷിതമനോർവംശ പരമസമ്മതാം കഥ്യതാം ഭഗവൻ യത്ര മൈഥുനേനൈധിരേ പ്രജാഃ. പ്രിയവ്രതോത്ഥാനപാദോ സുതോ സ്വയംഭുവസ്യ വൈ യഥാധർമ്മം യുഗുപതു സപ്തദ്വീപവതീം മഹീം. പ്രിയവ്രത ഉത്ഥാനപാദവും, പ്രിയവ്രതനെന്നും ഉത്ഥാനപാദെന്നും രണ്ടുപേർ സുതൗ പുത്രന്മാരാണ്. സ്വയംഭുവസ്യ വൈ, അത് പ്രസിദ്ധമാണല്ലോ. സ്വയംഭുവ മനുവിന് 2 പുത്രന്മാരാണ്. ഒന്ന് പ്രിയവ്രതൻ, പിന്നൊന്ന് ഉത്ഥാനപാദൻ. യഥാധർമ്മം, എപ്രകാരമാണോ ധർമ്മം അതനുസരിച്ച് ജുഗുപതുഹു, ഗോപനം ചെയ്തിട്ട് രക്ഷിച്ചു, ഭരിച്ചു എന്നർത്ഥം. ജുഗുപതുഹു ഭരിച്ചു എന്നർത്ഥം പറയാം. ഗോപനം ചെയ്യാൻ വെച്ചാൽ രക്ഷിക്കാന്നാണ്. ജുഗുപതുഹു രക്ഷിച്ചു അല്ലെങ്കിൽ ഭരിച്ചു. സപ്തദ്വീപവതി മഹീം, 7 ദ്വീപുകളുള്ള ഭൂമിയെ, ഭൂമി മൊത്തം എന്നർത്ഥം. 7 ദ്വീപുകളായിട്ട് പകുത്തുണ്ടെങ്കിലും 7 ദ്വീപും ഒന്നിച്ച്
ആണ് സ്വയംഭൂമനു ഭൂമി ഭരിച്ചത്. അദ്ദേഹത്തിന്റെ 2 പുത്രന്മാർ. അവരെ എങ്ങനെയാണ് ധർമ്മം തെറ്റാതെ ഭൂമിയെ പരിപാലിക്കുന്നത്, അതൊന്ന് വിസ്തരിച്ച് പറയണം. പ്രിയവ്രതോത്ഥാനപാദോ ഫുതോ വായംഭുവഫ്യവൈ യഥാധർമ്മം ജുഗുപതോ സപ്തദ്വീപവതീം മഹീം. പ്രിയവ്രത ഉത്ഥാനപാദോ വായംഭുവഫ്യ മനോഹോ ഫുതൗ വൈ സപ്തദ്വീപവതീം മഹീം യഥാധർമ്മം ജുഗുപതോ. പ്രിയവ്രതോത്ഥാനപാദോ ഫുതോ വായംഭുവഫ്യ വൈ യഥാധർമ്മം ജുഗുപതോ സപ്തദ്വീപവതീം മഹീം. പ്രിയവ്രതോത്ഥാനപാദോ ഫുതോ വായംഭുവഫ്യ വൈ യഥാധർമ്മം ജുഗുപതോ സപ്തദ്വീപവതീം മഹീം. തസ്യം വൈ മഹായോഗി യുക്തായം യോഗലക്ഷണൈ ഫഫർജഗതിധാ വീര്യം തന്മേ ശുശ്രൂഷവേ വദാം. തസ്യാം അവളിൽ, ഫ വൈ അവൻ, തീർച്ചയായിട്ടും, മഹായോഗി മഹത്തായ യോഗമനുഷ്ഠിച്ചവനായ അവൻ, യുക്തായാം തസ്യാം ചേർന്ന അവളിൽ, യുക്ത എന്ന് വെച്ചാൽ ചേർന്നവൾ, യുക്തായാം തസ്യാം അനുയോജ്യയായ ചേർന്ന അവളിൽ, യോഗലക്ഷണൈഹി യുക്തായാം തസ്യാം യോഗലക്ഷണങ്ങൾ കൊണ്ട് യമനിയമാദികളായ യോഗലക്ഷണങ്ങളോട് കൂടിയ അവളിൽ, ഫഫർജ സൃഷ്ടിച്ചു, കതിഥ എത്ര വിധത്തിൽ, വീര്യം വീര്യത്തെ, തത് മേ ശുശ്രൂഷവേ വദ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്നോട് പറയൂ. ശുശ്രൂഷവേ എന്ന് വെച്ചാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നവനായിക്കൊണ്ട്. ശുശ്രൂഷ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രോതുമിച്ഛ എന്നേ ഉള്ളൂ, കേൾക്കാനുള്ള ആഗ്രഹം എന്നേ ഉള്ളൂ. ആ ശുശ്രൂഷു ശബ്ദത്തിന്റെ ചതുർത്ഥി ഏകവചനമാണ് ശുശ്രൂഷവേ. കേൾക്കാൻ ആഗ്രഹിക്കുന്നവന് ആയിക്കൊണ്ട്, കേൾക്കാൻ ആഗ്രഹിക്കുന്നവന് വേണ്ടി. ശുശ്രൂഷവേ, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നവനാണ്, എനിക്ക് വേണ്ടി വദ പറയൂ. മഹായോഗിയായ കർദമൻ, മഹായോഗി ഫഹ, മഹായോഗിയായ കർദമൻ യോഗലക്ഷണം കൊണ്ട് ചേർന്ന തൻ്റെ ഭാര്യയായ അവളിൽ, ദേവഹൂതിയിൽ എത്ര സന്താനങ്ങളെ ജനിപ്പിച്ചു എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയേണ്ട ചോദ്യം വ്യക്തമായിട്ട് ചോദിച്ചു. ഇതാണ് എൻ്റെ ചോദ്യത്തിൻ്റെ താല്പര്യം. ഉത്ഥാനപാദന്റെയും പ്രിയവ്രതന്റെയും പുത്രന്മാർ, വംശപരമ്പരകൾ എങ്ങനെയൊക്കെയാണ് ഈ രാജ്യം ഭരിച്ചത് എന്ന് ചോദിച്ചിട്ട്, ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് അറിയേണ്ടത് മഹായോഗിയായ ആ കർദമൻ യോഗലക്ഷണയുക്തയായ തൻ്റെ പത്നിയിൽ എത്ര പുത്രന്മാരെ സൃഷ്ടിച്ചു, അതെനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. തസ്യം വൈ മഹായോഗി യുക്തായം യോഗലക്ഷണയും ഫഫർജകതിഥാ ബീജം തന്നെ ശുശ്രൂഷവേ വദാം. യോഗലക്ഷണൈ യുക്തായം തസ്യാം മഹായോഗി ഫഹ കതിഥാ ബീജം ഫഫർജ തത് ശുശ്രൂഷവേ മേ വദ. തസ്യാം വൈ മഹായോഗി യുക്തായം യോഗലക്ഷണൈ ഫഫർജകതിഥാ ബീജം തന്മേ ശുശ്രൂഷവേ വദാം. തസ്യാം വൈ മഹായോഗി യുക്തായം യോഗലക്ഷണൈ ഫഫർജകതിഥാ ബീജം തന്മേ ശുശ്രൂഷവേ വദാം. രുചിരിയോ ഭഗവൻ ബ്രഹ്മൻ ദക്ഷോ വാ ബ്രഹ്മണഫുതാം യഥാ ഫഫർജഭൂതാനി ലബ്ധ്വാ ഭാര്യം ച മാനവീം. രുചിഹി യഹ, രുചിരിയോ, രുചി എന്ന യാതൊരുവനാണോ ഭഗവാൻ, രുചി എന്ന യാതൊരു ഭഗവാനാണോ ബ്രഹ്മൻ, സംബോധനയാണ്. ഹേ ബ്രാഹ്മണോത്തമ, ദക്ഷോ വാ ബ്രഹ്മണസുത, ബ്രഹ്മാവിന്റെ പുത്രനായ ഭഗവാൻ രുചി എന്ന ദക്ഷൻ
സമ്പന്നരായ രുചിയും ദക്ഷനും രണ്ടുപേർ ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ്. രുചിഹി യോ ഭഗവാൻ ബ്രഹ്മൻ ദക്ഷോ വാ ബ്രഹ്മണഫുതഃ. ബ്രഹ്മാവിന്റെ പുത്രന്മാരായ രുചിയും ദക്ഷനും യഥാ ഫഫർജ എങ്ങനെ സൃഷ്ടിച്ചു ഭൂതങ്ങളെ ലബ്ധ്വ ഭാര്യാം ഭാര്യയെ ലഭിച്ചിട്ട് മാനവിയും മനുവിന്റെ പുത്രിയായ ഭാര്യയെ ലഭിച്ചിട്ട് രുചിയും ദക്ഷനും എങ്ങനെയൊക്കെയാണ് സന്താനങ്ങളെ കൊണ്ട് രാജ്യഭാരത്ത് നിർവഹിച്ചത്, പ്രജകളെ എങ്ങനെ സൃഷ്ടിച്ചു, ഇതും അറിയണം. 2 ചോദ്യങ്ങളാണ്. ഒന്ന് കർദമന് ദേവഹൂതിയിലുണ്ടായ പുത്രന്മാരെ, പിന്നൊന്ന് ബ്രഹ്മപുത്രന്മാരായ ദക്ഷനും രുചിക്കും മനുപുത്രിമാരായ ആകൂതിയെയും പ്രസൂതിയെയും ഭാര്യമാരായി ലഭിച്ചിട്ട് എത്രയൊക്കെ സന്താനങ്ങളെ വർദ്ധിപ്പിച്ചു എന്നും കൂടി പറയണം. മനുവിന്റെ 2 പുത്രികളാണ് ആകൂതിയും പ്രസൂതിയും. ആ 2 പേരെയാണ് രുചിയും ദക്ഷനും വിവാഹം കഴിച്ചത്. എന്നിട്ട് അവരെങ്ങനെയൊക്കെയാണ് പ്രജകളെ വർദ്ധിപ്പിച്ചത്. രുചിരിയോ ഭഗവാൻ ബ്രഹ്മൻ ദക്ഷോ വാ ബ്രഹ്മണഫുതാം യഥാ ഫഫർജ ഭൂതാനി ലബ്ധ്വാ ഭാര്യം ച മാനവീം. ഹേ ബ്രഹ്മൻ, ബ്രഹ്മണഫുതഃ ഭഗവാൻ രുചിഹി ദക്ഷഃ വാ മാനവീം ഭാര്യാം ലബ്ധ്വാ ഭൂതാനി യഥാ ഫഫർജ. രുചിരിയോ ഭഗവാൻ ബ്രഹ്മൻ ദക്ഷോ വാ ബ്രഹ്മണഫുതാം യഥാ ഫഫർജ ഭൂതാനി ലബ്ധ്വാ ഭാര്യാം ച മാനവീം. രുചിരിയോ ഭഗവാൻ ബ്രഹ്മൻ ദക്ഷോ വാ ബ്രഹ്മണഫുതാം യഥാ ഫഫർജ ഭൂതാനി ലബ്ധ്വാ ഭാര്യാം ച മാനവീം. മൈത്രേയ ഉവാച. ഇത്രയുമാണ് വിദുരർ ചോദിച്ച ചോദ്യങ്ങൾ. അതിന്റെ മറുപടിയായിട്ട് മൈത്രേയൻ ആദ്യം കർദമന്റെയും ദേവഹൂതിയുടെയും കഥ പറയുന്നു. പിന്നെ രുചിയുടെയും ദക്ഷന്റെയും കഥ പറഞ്ഞു പോകുന്നു. ഇതാണ് ഇങ്ങനെയുള്ള അധ്യായങ്ങളുടെ വിഷയം എന്ന് സൂചിപ്പിച്ചത്. മൈത്രേയ ഉവാച പ്രജാപ്രജേതി ഭഗവാൻ കർദമോ ബ്രഹ്മണോദിത പരസ്വത്യം തപസ്തേവേ സഹസ്രാണം സമാദിശാം. പ്രജാഹ പ്രജ ഇതി പ്രജകളെ സൃഷ്ടിക്കൂ എന്ന് ഭഗവാൻ കർദമഃ ബ്രഹ്മണ ഉദിതഃ. കർദമ ഭഗവാൻ ബ്രഹ്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടിട്ട് പ്രജകളെ സൃഷ്ടിക്കൂ എന്ന് പറഞ്ഞു. കർദമനോട് പ്രജകളെ സൃഷ്ടിക്കൂ എന്ന് പറഞ്ഞു. എന്റെ ക്ലാസ് കഴിഞ്ഞ് വിളിക്കാം. മറ്റേ ഭാഗവതം ക്ലാസ്സാണ് 10 വരെ കഴിഞ്ഞ് വിളിക്കാം. പ്രജാസൃജ ഇത് ഭഗവാൻ കർദമോ ബ്രഹ്മണോദിത. ബ്രഹ്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായ പറയപ്പെട്ടവനായ ഭഗവാൻ കർദമൻ പ്രജകളെ സൃഷ്ടിക്കൂ പറഞ്ഞു. പരസ്വത്യാഹ പരസ്വതിയിൽ തപഹ തേപേ തപസ് ചെയ്തു. സഹസ്രാണാം സമാഹന്റെ വർഷം എന്നർത്ഥം. സഹസ്രാണാം സമാഹ ദശ 10 സഹസ്രം വർഷങ്ങൾ 10,000 വർഷങ്ങൾ. ദശ 10 സഹസ്രം 1000, അത് കൂടിച്ചേരുമ്പോൾ ദശസഹസ്രം 10,000 സമാഹ വർഷങ്ങളിലാണ്. 10,000 വർഷങ്ങളോളം സരസ്വതിയിൽ തപസ് അനുഷ്ഠിച്ചു കർദമൻ. എന്തിനു വേണ്ടിയാണ്? പ്രജകളെ സൃഷ്ടിക്കാൻ. അപ്പൊ പ്രജാസൃഷ്ടി എന്ന് പറയുന്നത് അത്ര സുഗമമായ എളുപ്പമായ ഒരു കാര്യമാണ് എന്ന് നമ്മുടെ ഋഷിമാർ വിചാരിച്ചിരുന്നില്ല. നല്ല തപസ് കൊണ്ട് മാത്രമേ സന്താനങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ എന്ന് അവർക്ക് നല്ല ബോധ്യമായിരുന്നു. അതുകൊണ്ടാണ് ഗംഗാതീരത്ത് പോയി അദ്ദേഹം തപസ് ചെയ്തത്. കൊല്ലക്കാലം തപസ് ചെയ്തെങ്കിലേ നല്ല സന്താനത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറും സംഭോഗം കൊണ്ടുണ്ടാകുന്ന അല്ല സന്താനങ്ങൾ. അതിന്റെ പരിണത ഫലം ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സരസ്വതിയുടെ തീരത്ത് പോയി 10,000 വർഷം തപസ് ചെയ്തു. പ്രജാസൃജേതി ഭഗവാൻ
കർദമോ ബ്രഹ്മണോദിത പരസത്യം തപസ്തേവേ സഹസ്രാണം സമാദിശാം. ഭഗവൻ കർദമഹാം പ്രജാഃ സൃജയതി ബ്രഹ്മണാ ഉദിതഃ ദശസഹസ്രാണം സമാഹാം പരസ്വത്യാഃ തപഃ തേവേ. പ്രജാ സൃജേതി ഭഗവാൻ കർദമോ ബ്രഹ്മണോദിതം പരസ്വത്യം തപസ്തേവേ സഹസ്രാണം സമാദിശാം. പ്രജാ സൃജേതി ഭഗവാൻ കർദമോ ബ്രഹ്മണോദിതം പരസ്വത്യം തപസ്തേവേ സഹസ്രാണം സമാദിശാം. തതഃ സമാധിയുക്തേന ക്രിയായോഗേന കർദമാം സംപ്രപേദേ ഹരിം ഭക്ത്യാ പ്രപന്നവരദാശുഷം. അങ്ങനെ കേവലമായ തപസ്സുകൊണ്ട് ഭഗവാൻ പ്രസാദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സമാധിയുക്തേന ക്രിയായോഗേന ഭഗവാനിൽ ഉറപ്പിച്ചതായ ബുദ്ധിയാണ് സമാധി. സമ്യക്കായിട്ട് ആധാനം ചെയ്തതാണ് സമാധി. തന്റെ ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ ഭഗവാനിലേക്ക് ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ക്രിയായോഗങ്ങൾ, പൂജ, നമസ്കാരം, സ്തോത്രങ്ങൾ, ഇതൊക്കെയാണ് ക്രിയായോഗം. പൂജ ചെയ്തു, നമസ്കരിച്ചു, സ്തോത്രങ്ങൾ ചെയ്തു. ഇങ്ങനെയുള്ള കർമ്മയോഗം കൊണ്ടും ഭക്തിയോഗം കൊണ്ടും ആ ആശ്രിതന്മാർക്ക് വരം കൊടുക്കുന്ന ഭഗവാനെ ഹരിം സംപ്രപേദേ, ഹരിയെ സേവിച്ചു. പ്രപന്ന വരദാശുഷം, ആശ്രയിക്കുന്നവർക്ക് ആശുഷമായ അഭീഷ്ടമായ വരം ദാനം ചെയ്യുന്ന വരദാശുഷം. ആശുഷം അഭീഷ്ടം, ഇഷ്ടമുള്ള. ഇപ്പൊ തന്നെ പ്രാപിക്കുന്നവർക്ക് അവർക്ക് ആഗ്രഹമുള്ള വരം കൊടുക്കുന്നവനായ ശ്രീഹരിയെ ഭക്തിയോടെ പ്രസാദിപ്പിച്ചു. കുറെ കാലം തപസ് ചെയ്തിട്ടും അദ്ദേഹം സംതൃപ്തനായില്ല. ഭഗവാൻ ഹരി പ്രസാദിച്ചില്ല. അതുകൊണ്ട് ഹരിയെ പ്രസാദിപ്പിക്കണമെങ്കിൽ കർമ്മയോഗവും ഭക്തിയോഗവും കൊണ്ടുകൂടി വേണം എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് നമ്മൾക്കൊരു പാഠമായിട്ട് തന്നിരിക്കുകയാണ്. നമ്മൾക്കും ഭഗവാന്റെ പ്രസാദം വേണമെങ്കിൽ ഇതൊക്കെ തന്നെ വേണം, ഈ കർമ്മയോഗത്തിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ആവശ്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് കർദമന്റെ തപസ്സിന്റെ ലക്ഷ്യം തന്നെ. അതുകൊണ്ടാണ് തതഃ സമാധിയുക്തേന ക്രിയായോഗേന കർദമ സംപ്രപേദേ ഹരിം ഭക്ത്യാ പ്രപന്നവരദാശുഷം. തതഃ കർദമഃ സമാധിയുക്തേന ക്രിയായോഗേന ഭക്ത്യാ പ്രപന്നവരദാശുഷം ഹരിം സംപ്രപേദേ. തതഃ സമാധിയുക്തേന ക്രിയായോഗേന കർദമഃ സംപ്രപേദേ ഹരിം ഭക്ത്യാ പ്രപന്നവരദാശുഷം. തതഃ സമാധിയുക്തേന ക്രിയായോഗേന കർദമഃ സംപ്രപേദേ ഹരിം ഭക്ത്യാ പ്രപന്നവരദാശുഷം. താവത് പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷകൃതേ യുഗേ ദർശയാമാസതം ക്ഷത്തശാബ്ദം ബ്രഹ്മ ദധദ്വപു. താവത്, അപ്പോഴേക്കും പ്രസന്നോ ഭഗവാൻ, പ്രസന്നനായ ഭഗവാൻ പുഷ്കരാക്ഷ, താമരക്കണ്ണനായ സാക്ഷാൽ മഹാവിഷ്ണു കൃതയുഗേ, കൃതയുഗത്തിൽ ദർശയാമാസ, കാണിച്ചു കൊടുത്തു. തം, അവന്. ക്ഷത്ത, വിതുരരെ എന്ന് വിളിച്ചതാണ്, സംബോധന ചെയ്തതാണ്. ഹേ ക്ഷത്താവേ, ഹേ വിതുര. എങ്ങനെയാണ്? ശാബ്ദം ബ്രഹ്മ ദധദ്വപുഹു, ശബ്ദമയമായ വേദത്തെ ധരിച്ചിരിക്കുന്ന തന്റെ ശരീരത്തെ കാണിച്ചു കൊടുത്തു. ശാബ്ദം ദധദ് വപുഹു, ശാബ്ദം ബ്രഹ്മ വേദമാണ്. ശാബ്ദം ബ്രഹ്മ ദധദ് വപു, വേദമായ ശരീരത്തെ വഹിക്കുന്നവനായ ഭഗവാൻ, വേദസ്വരൂപനായ ഭഗവാൻ, വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ താത്വിക സ്വരൂപം ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ തന്റെ ആത്മാവിനെ കർദമനെ കാണിച്ചു കൊടുത്തു. ദർശയാമാസതം ക്ഷത്ത ശബ്ദം ബ്രഹ്മ ദധദ്വപു, ശബ്ദസ്വരൂപത്തിലാണ് കാണിച്ചു കൊടുത്തത്, ആകൃതിയിലല്ല. വേദസ്വരൂപനായിട്ടാണ് ഭഗവാൻ കർദമന്റെ മുമ്പിൽ ആവിഷ്കരിക്കപ്പെട്ടത്.
താവത് പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷകൃതേ യുഗേ ദർശയാമാസതം ശബ്ദം ബ്രഹ്മദധദ്വപൂം. കൃതേ യുഗേ താവത് പ്രസന്നഃ പുഷ്കരാക്ഷഃ ശാബ്ദം ബ്രഹ്മവപുഃ ദധത്. തം ഹേ ക്ഷത്തഃ ദർശയാമാസ. കൃതയുഗേ താവത് പ്രസന്നഃ പുഷ്കരാക്ഷഃ ശാബ്ദം ബ്രഹ്മ വപുഃ ദധത്. തം ദർശയാമാസ. ക്ഷത്തഃ സംബോധനയാണ്. ഹേ ക്ഷത്തഃ, അവന് കാണിച്ചു കൊടുത്തു. താവത് പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷകൃതേ യുഗേ ദർശയാമാസതം ശബ്ദം ബ്രഹ്മദധദ്വപൂ. താവത് പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷകൃതേ യുഗേ ദർശയാമാസതം ശബ്ദം ബ്രഹ്മദധദ്വപൂ. പദം വിരജമർക്കാഭം ഫിതപത്മോത്പലസ്രജം സ്നിഗ്ധനീരാളകൗവ്രാതവക്ത്രാബ്ജം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോത്പലക്രീഡനകം മനഃസ്പർശസ്മിതക്ഷണം വിന്യസ്തരണാംഭോജമംസദേശേ ഗുരുന്മതാം ദൃഷ്ട്വാഖേവ സ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭഗന്ധരം ജാതഹർഷോപതന്മൂർധ്നാക്ഷിതോ ലബ്ധമനോരഥാം ഗേദ്ഭിസ്ത്വഭ്യഗൃണാത് പ്രീതി സ്വഭാവാത്മാ കൃപാഞ്ജലി. അവിടെ അദ്ദേഹത്തിന് മുമ്പിൽ ശബ്ദബ്രഹ്മമായ സ്വരൂപത്തെ ധരിച്ചവനായ ഭഗവാന്റെ ഭൗതികമായ ആകൃതി കൂടി ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഭൗതികമായ ആകൃതി പാഞ്ചഭൗതികമായ ശരീരവും ഒപ്പം അതിൻ്റെ ഉള്ളിൽ ധരിച്ചിരിക്കുന്ന ഈ ബ്രഹ്മസ്വരൂപമായ വേദസ്വരൂപമായ തത്വത്തെയും കാണിച്ചു കൊടുത്തു ഇദ്ദേഹത്തിന്. ആ കണ്ട രൂപത്തെക്കുറിച്ചൊന്ന് വർണ്ണിക്കുകയാണ് മൂന്നാല് ശ്ലോകത്തിൽ മൂന്നാല് ശ്ലോകം ഒന്നിച്ചാണ് അവിടെ വർണ്ണിക്കുന്നത്. പഹ അവൻ, ആരെ? കർദമൻ. തം അവനെ, ഭഗവാനെ. എങ്ങനെയുള്ളവരാണ്? വിരജം അർക്കാഭം. വിരജം രജോ ഗുണമില്ലാത്തവൻ, സത്വഗുണം മാത്രമുള്ളവൻ. വിരജം രജോ ഗുണമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ സത്വഗുണം മാത്രമുള്ളവൻ. അർക്കാഭം, സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ. വിരജം അർക്കാഭം. ഫിതപത്മോത്പലസ്രജം. ഫിതപത്മം വെള്ളത്താമര. ഫിതപത്മോത്പലസ്രജം വെള്ളത്താമര കൊണ്ടുള്ള മാല ധരിച്ചവൻ. സ്നിഗ്ധ നീരാളക വ്രാത വക്ത്രാബ്ജം. സ്നിഗ്ധമായ മിനുമിനിപ്പുള്ള കറുത്ത മുടി, അത് മുഖത്തിന്റെ ചുറ്റും ഇങ്ങനെ അളകങ്ങളായി കിടപ്പുണ്ട്. അതുകൊണ്ട് ശോഭിക്കുന്ന വക്ത്രാബ്ജം, മുഖമാകുന്ന താമര. വിരജോ അംബരം, നിർമ്മലമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു, വെള്ള വസ്ത്രം. വിരജോ അംബരം, രജോ ഗുണമില്ലാത്ത സത്വഗുണമുള്ള വെണ്മയേറിയ വസ്ത്രം ധരിച്ചിരിക്കുന്നവനും. ഇങ്ങനെയുള്ള ഭഗവാനെയാണ് കർദമൻ കണ്ടത്. സത്വഗുണസ്വരൂപനാണ്, സൂര്യനെപ്പോലെ ശോഭിക്കുന്നവനാണ്, വെള്ളത്താമര മാല ധരിച്ചവനാണ്, കറുത്തിരുണ്ട മിനുമിനിപ്പുള്ള മുടി, മുഖത്തിന്റെ ചുറ്റും അളകം പോലെ ചെറിയ ചെറിയ മുടികളായി പറ്റിയിരിക്കുന്ന മുഖത്തോടു കൂടിയവനായി, നിർമ്മല വസ്ത്രം ധരിച്ചവനായി, കിരീടിനം കുണ്ടലിനം, കിരീടം ധരിച്ചവൻ, കുണ്ടലം ധരിച്ചവൻ, ശംഖ ചക്ര ഗദാധരം, ശംഖ് ചക്രം ഗദ ഇത് ധരിച്ചവൻ, ശ്വേതോത്പല ക്രീഡനകം. ശ്വേതോത്പലം വെള്ളത്താമര, അത് ക്രീഡനകം, ഒരു കളിപ്പാട്ടം പോലെ കയ്യിൽ ഇങ്ങനെ വെറുതെ പിടിച്ച് കറക്കുന്നുണ്ട്. ഒരു വെള്ളത്താമര കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ക്രീഡനകം എന്ന് വെച്ചാൽ കളിപ്പാട്ടം. കളിപ്പാട്ടം കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെ ഒരു വെള്ളത്താമര കയ്യിൽ പിടിച്ച് കറക്കിക്കൊണ്ടാകും. മനഃസ്പർശസ്മിതേക്ഷണം, മനസ്സിനെ പോലും സ്പർശിക്കുന്ന സുന്ദരമായ ആ പുഞ്ചിരിയോടുകൂടിയ നോട്ടം.
ആ നോട്ടം നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചേരും, മനസ്സിനെ സ്പർശിക്കുന്നത്. മനഃസ്പർശ സ്മിതേക്ഷണം, പുഞ്ചിരിയോടുകൂടിയ നോട്ടം. വിന്യസ്തചരണാംഭോജം, വിന്യസ്തമായ ചരണാംഭോജം, വയ്ക്കപ്പെട്ട താമരദളം പോലെയുള്ള കാല്. കാല് രണ്ടും നിലത്ത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വിന്യസ്ത ചരണാംഭോജം. അംഫദേശേ ഗരുന്മത, ഗരുഡന്റെ തോളിലാണ് ഇരിക്കുന്നത്. ഗരുന്മത, ഗരുഡന്റെ അംഫദേശേ, തോളിൽ. ഗരുഡന്റെ തോളിൽ ഇരുന്നു കൊണ്ട് കാലുകൾ ഉറപ്പിച്ചു വെച്ച്, നിലത്തുറപ്പിച്ചു വെച്ചുകൊണ്ട്, ദൃഷ്ട്വ, കണ്ടിട്ട്, ഹേ അവസ്ഥിതം, അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന, ആകാശത്തിൽ നിൽക്കുന്ന, വക്ഷശ്രിയം, വക്ഷഫിൽ, മാറിടത്തിൽ ശ്രീ, കൗസ്തുഭമുള്ള, കൗസ്തുഭകന്ധരം, കഴുത്തിൽ കൗസ്തുഭമുള്ള, മാറിടത്തിൽ ശ്രീയുള്ള, വിന്യസ്ത ചരണാംഭോജം, അംഫദേശേ ഗരുന്മത, ദൃഷ്ട്വാ ഖേവസ്ഥിതം, വക്ഷശ്രിയം, കൗസ്തുഭകന്ധരം. കിരീടം, കുണ്ടലം, ശംഖുചക്രങ്ങൾ, വെള്ളത്താമര ഒരു കളിപ്പാട്ടമായി കൈ പിടിച്ചിരിക്കുന്ന, ആരുടെയും മനസ്സിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്ന പുഞ്ചിരിയോടുകൂടിയ നോട്ടം. കാലുകൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതും, ഗരുഡന്റെ മുകളിലിരിക്കുന്നതും, ആകാശദേശത്ത് സ്ഥിതി ചെയ്യുന്നതും, വക്ഷശ്രിയം, വക്ഷസിലുള്ള ഐശ്വര്യത്തിന്റെ ശോഭയോടുകൂടിയതും, കൗസ്തുഭകന്ധരം, കഴുത്തിൽ കൗസ്തുഭത്തിന്റെ ശ്രീയന്റെ ശോഭ ഉള്ളതും ആയ ഭഗവത് സ്വരൂപത്തെ കണ്ടിട്ട് ജാതഹർഷ, സന്തോഷമുണ്ടായിട്ട്, ആപതൻ, നമസ്കരിച്ചു, വീണു, മൂർധനാക്ഷിതവും, ശിരഫ് കൊണ്ട് ഭൂമിയിലേക്ക് വീണു എന്ന് നമസ്കരിച്ചിട്ട്, ലബ്ധ മനോരഥ, ആഗ്രഹം സാധിച്ചത് കൊണ്ടാണ്. ലബ്ധമായ മനോരഥത്തോടു കൂടിയവനായി. എന്തായിരുന്നു മനോരഥം? ഭഗവാനെ കാണണം എന്നായിരുന്നു. സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭഗവാനെ കണ്ടിട്ട് വേണം സൃഷ്ടിക്കാൻ. ഒറ്റ ആഗ്രഹത്തോടു കൂടിയായിരുന്നു, അത് സാധിച്ചു. എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഗീർഭിഹി, സ്തുതികളാൽ, വാക്കുകളാൽ, അഭ്യഗൃണാത്, സ്തുതിച്ചു. ഗീർഭിഹി അഭ്യഗൃണാത്, അഗൃണാത് എന്ന് വെച്ചാൽ സ്തുതിച്ചു എന്നത്. ഗീർഭിഹി, വാക്കുകളാൽ, വാക്കുകൾ കൊണ്ട് സ്തുതിച്ചു. പ്രീതി സ്വഭാവാത്മാ, എന്താ, പ്രീതിക്ക് പ്രേമ സ്വഭാവമുള്ളവനായ, ആത്മാവോട് കൂടിയ ആ കർദമൻ. പ്രീതി സ്വഭാവാത്മാ സകർദമഃ, കൃതാഞ്ജലി, കൈകൂപ്പിക്കൊണ്ട്, രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് അങ്ങനെ ഭഗവാനെ സ്തുതിച്ചു കർദമൻ. മുകളിൽ വിവരിച്ച 4 ശ്ലോകത്തിൽ വർണ്ണിച്ച വിധത്തിലുള്ള ഭഗവത് സ്വരൂപത്തെ കണ്ടിട്ട് വർദ്ധിച്ച സന്തോഷത്തോടെ ഭൂമിയിൽ വീണ് നമസ്കരിച്ചിട്ട്, മനോരഥം സാധിച്ചതിലുള്ള സന്തോഷം കൊണ്ട് മനോഹരമായ വാക്കുകളാൽ കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. പദം വിരജമർക്കാഭം പിത പത്മോത്പലസ്രജം നീലാളകൗറാത വക്രാബ്ജം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോത്പലക്രീഡനകം മനഃസ്പർശസ്മിതക്ഷണം വിന്യസ്തചരണാംഭോജമംസദേശേ ഗുരുന്മതഃ ദൃഷ്ട്വാഖേവസ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭകന്ധരം ജാതഹർഷോപതന്മൂർധനാക്ഷിതൗ ലബ്ധമനോരഥാം ഗീർഭിസ്ത്വഭ്യഗൃണാത് പ്രീതിസ്വഭാവാത്മാ കൃതാഞ്ജലീം. വിരജം അർക്കാഭം സ്ഥിതപത്മോത്പലസ്രജം സ്നിഗ്ധനീലാളക ഉറാത വക്രാബ്ജം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോത്പലക്രീഡനകം മനഃസ്പർശസ്മിതക്ഷണം ഗരുന്മതഃ അംസദേശേ വിന്യസ്തചരണാംഭോജം ഖേ അവസ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭകന്ധരം
തം ദൃഷ്ട്വാ ലബ്ധമനോരഥഃ ജാതഹർഷഃ ക്ഷിതൗ മൂർധ്ന അപതത് പ്രീതിസ്വഭാവാത്മാ സഹ കൃതാഞ്ജലിഃ ഗീർഭിഃ അഭ്യഗൃണാത്. പദം വിരജമർക്കാഭം ഫിതപത്മോത്പലസ്രജം സ്നിഗ്ധനീലാളകൗവ്രാതവക്രാബ്ജം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോത്പലക്രീഡനകം മനഃസ്പർശസ്മിതക്ഷണം വിന്യസ്തചരണം ഭോജമം സ്വദേശേ ഗുരുന്മതഃ ദൃഷ്ട്വാഖേവ സ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭഗന്ധരം ജാതഹർഷോപതന്മൂർധ്നാക്ഷിതൗ ലബ്ധമനോരഥാം ഗീർഭിസ്ത്വഭ്യഗൃണാത് പ്രീതിസ്വഭാവാത്മാ കൃതാഞ്ജലിം. പദം വിരജമർക്കാഭം ഫിതപത്മോത്പലസ്രജം സ്നിഗ്ധനീലാളകൗവ്രാതവക്രാബ്ജം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോത്പലക്രീഡനകം മനഃസ്പർശസ്മിതക്ഷണം വിന്യസ്തചരണം ഭോജം അംസദേശേ ഗുരുന്മതഃ ദൃഷ്ട്വാഖേവ സ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭഗന്ധരം ജാതഹർഷോപതന്മൂർധ്നാക്ഷിതൗ ലബ്ധമനോരഥാം ഗീർഭിസ്ത്വഭ്യഗൃണാത് പ്രീതിസ്വഭാവാത്മാ കൃതാഞ്ജലിം. ഇനിയൊരു 8-9 ശ്ലോകത്തിൽ കർദമന്റെ സ്തുതിയാണ്. ഭഗവാനെ സ്തുതിച്ചത്. ഋഷിരുവാച ജുഷ്ടം വേദാദ്യാഖിലസത്വരാശേ സാംസിദ്ധമക്ഷ്ണോസ്തവ ദർശനാം യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ധീം ആശാഫതേ യോഗിനോ രൂഢയോഗാഹം. ജുഷ്ടം എന്ന് വെച്ചാൽ ലഭിച്ചു, കിട്ടി. ബത ആശ്ചര്യം. അദ്യ ഇന്ന്. അഖില സത്വരാശേ എല്ലാ സത്വഗുണത്തിന്റെയും കൂട്ടമായ സത്വരാശി, രാശിക്കൂട്ടം, സത്വം സത്വഗുണം. അഖില സത്വരാശേ എല്ലാ സത്വഗുണത്തിന്റെയും കൂട്ടത്തോടു കൂടിയിരിക്കുന്ന പാംസിദ്ധം അക്ഷ്ണോസ്തവ ദർശനാത് ന. പാംസിദ്ധം ച സാഫല്യം. അക്ഷ്ണോഹോ കണ്ണുകൾക്ക്. പാംസിദ്ധം അക്ഷ്ണോഹോ തവ ദർശനാത് നഹ. തവ ദർശനാത് അങ്ങയുടെ ദർശനം കൊണ്ട് നഹ ഞങ്ങൾക്ക്. അത് ദർശനാത് നഹ. അത് പദം വെച്ച് പറയുമ്പോൾ ദർശനാത് നഹ. കൂട്ടു വായിക്കുമ്പോൾ ദർശന ന എന്ന് 2 നായേ കാണത്തുള്ളൂ. പക്ഷെ അത് 2 പദമാണ്. ദർശനാത് ഒരു പദം, നഹ മറ്റൊരു പദം. സാംസിദ്ധിം അക്ഷ്ണോഹോ തവ ദർശനാത് നഹ. അങ്ങയുടെ ദർശനം കൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾക്ക് ഫലസിദ്ധി ഉണ്ടായി. ഞങ്ങളുടെ കണ്ണുകൾ ഇന്ന് സഫലമായി. അഖില സത്വരാശിയായ അങ്ങയെ ലഭിച്ചതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ ഇന്ന് സഫലങ്ങളായി. യത് ദർശനം, യാതൊരു ഭഗവാന്റെ ദർശനമാണോ ജന്മഭിഹി ജന്മങ്ങൾ കൊണ്ട് ഈഡ്യ സ്തുതിക്കപ്പെടേണ്ടവൻ, ഈഡ്യൻ, സദ്ഭിഹി സജ്ജനങ്ങളാൽ ആശാസതേ ആഗ്രഹിക്കുന്നു, യോഗിനോ യോഗരൂഢാഹ യോഗരൂഢന്മാരായ യോഗികൾ, ഉറച്ച യോഗത്തോടു കൂടിയ യോഗികൾ യാതൊരു ഭഗവാന്റെ ദർശനം ജന്മങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാണ്. മഹായോഗികൾ അഷ്ടാംഗയോഗങ്ങളൊക്കെ അനുഭവിച്ച് എത്ര ജന്മങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഭഗവാനെ ഒരു നോക്ക് കാണാൻ. ഇതാ എൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ലേ, എല്ലാ ആയുധ ആഭരണങ്ങളോടുകൂടി. എന്തൊരു ആശ്ചര്യമാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ജന്മം ഇന്ന് സഫലമായിരിക്കുന്നു. ഇതൊന്നും കാണാൻ പറ്റിയല്ലോ. യോഗികൾക്ക് ചിലപ്പം മനസ്സിന്റെ ഒരവസ്ഥയിൽ ഒന്ന് മിന്നല് പോലെ മിന്നി മറിഞ്ഞു പോവുകയുള്ളൂ, പിന്നെ കാണാൻ പറ്റാറില്ല. അങ്ങനെ യദ്ദർശനം ജന്മഭിഹി ഈഡ്യ സദ്ഭിഹി ആശാഫതേ യോഗിനോ യോഗരൂഢ.
യോഗരൂഢന്മാരായ യോഗികൾ ആശാഫതയെ ആഗ്രഹിക്കുന്നു. ആര്? ഫദ്ഭിഹി, ഫജ്ജനങ്ങളായ യോഗികളാൽ. ജന്മഭിഹി, എത്ര ജന്മം അവരെ ആഗ്രഹിച്ചതാണ്. യദ്ദർശനം, അതിപ്പം. നഹ, ഞങ്ങളുടെ കണ്ണുകൾക്ക് സാഫല്യമേകുമാറ് എന്റെ മുമ്പിൽ പ്രത്യക്ഷീകരിച്ചിരിക്കുന്നല്ലോ. ജുഷ്ടം വേദാദ്യാഖിലസത്വരാശേ സാംസിദ്ധമക്ഷ്ണോസ്തവ ദർശനാന്നാം യദ്ദർശനം ജന്മഭിരീഡ്യഫദ്ഭിഃ ആശാഫതേ യോഗിനോ യോഗരൂഢാഹം. ഹേ ഇഡ്യ, അഖിലസത്വരാശേഃ തവ ദർശനാത് നഃ അക്ഷ്ണോഃ സാംസിദ്ധിം ദുഷ്ടം യദ്ദർശനം തദ്ഭിഃ ജന്മഭിः യോഗരൂഢാः യോഗിനः ആശാഫതേ. ജുഷ്ടം വേദാദ്യാഖിലസത്വരാശേഃ സാംസിദ്ധമക്ഷ്ണോസ്തവ ദർശനാന്ന യദ്ദർശനം ജന്മഭിരീഡ്യഫദ്ഭിः ആശാഫതേ യോഗിനോ രൂഢയോഗാഹം. ജുഷ്ടം വേദാദ്യാഖിലസത്വരാശേഃ സാംസിദ്ധമക്ഷ്ണോസ്തവ ദർശനാന്ന യദ്ദർശനം ജന്മഭിരീഡ്യഫദ്ഭിः ആശാഫതേ യോഗിനോ രൂഢയോഗാഹം. യേ മായയാ തേ ഹതമേധസസ്ത്വത് പാദാരവിന്ദം ഭവസിന്ധുബോധം ഉപാസതേ കാമലവായ തേഷാം രാഫീശകാമാൻ നിരേപിയേ സ്യുഃ. യേ, യാതൊരു മായ കൊണ്ട് തേ അങ്ങയുടെ ഹതമേധസഃ ത്വത്പാദാരവിന്ദം, ഹതമേധസായ അങ്ങയുടെ പാദാരവിന്ദത്തെ, ഹതമായ നശിപ്പിക്കപ്പെട്ട മോഹിപ്പിക്കപ്പെട്ട മേധസ് ബുദ്ധിയാണ്. ബുദ്ധിയുടെ വിചാരശക്തി എന്നർത്ഥം. ബുദ്ധിക്കാണ് വിചാരശേഷിയുള്ളത്. അപ്പം ഹതമായ വിചാരശേഷിയോട് കൂടിയവരായ, നഷ്ടപ്പെട്ട വിചാരശേഷിയോട് കൂടിയവരായ യാതൊരുവരാണോ അങ്ങയുടെ പാദാരവിന്ദം ഭവസിന്ധുബോധം, സംസാര സമുദ്രത്തെ കടക്കാനുള്ള വള്ളമാണ്. ഭവസിന്ധു, സംസാര സമുദ്രം, ബോധം, വള്ളം. ഭവസിന്ധുബോധം, സംസാര സമുദ്രത്തെ കടത്തിവിടാനുള്ള വള്ളം പോലെയാണ് പാദാരവിന്ദം. അങ്ങയുടെ പാദാരവിന്ദം ഒരു വള്ളം പോലെയാണ്. അങ്ങയെ ഭജിക്കുന്നവരെയൊക്കെ ഈ കാലിൽ കയറ്റി അക്കരെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് പാദാരവിന്ദത്തെ ഭജിക്കുന്നത്, നമുക്ക് അക്കരെ എത്താൻ വേണ്ടിയിട്ടാണ്. അതൊരു വള്ളം പോലെയാണ്. അതിനെ ഉപാസിക്കുന്നു. കാമലവായ തേഷാം രാഫീശ, കാമലവായ ചെറിയ കാമങ്ങൾക്ക് വേണ്ടി, ലവം അല്പം, തേഷാം അവരുടെ, രാഫി ഈശ, രാഫി കൊടുക്കുന്നു. ഈശ എന്നുള്ള സംബോധനയാണ്, രണ്ട് വാക്കാത്. രാഫീശ ഒറ്റ വാക്കല്ല, രാഫി ഈശ. രാഫി എന്ന് വെച്ചാൽ കൊടുക്കുന്നു, ഈശ എന്നുള്ള സംബോധനയാണ്. കാമാത് നിരയേപി യേശുഹു, കാമം കൊണ്ട്, നിരയെ അപി, നിരയം നരകം, നിരയെ അപി നരകതുല്യമായ ഈ സംസാരത്തിലും കാമങ്ങളെ നൽകുന്നു. യേശുഹു, അങ്ങ് കൊടുക്കുന്നുവല്ലോ. ഓരോരോ ചെറിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ അങ്ങയെ ഭജിക്കുന്നു, ആശ്രയിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ കാമ്യാർത്ഥമായി ഭഗവാനെ ഭജിക്കുന്നവർക്ക് അത് സാധിച്ചു കൊടുക്കുന്നവരാണ് ഭഗവാൻ. പക്ഷെ അത് മാത്രമേ സാധിച്ചു കൊടുക്കുള്ളൂ.
നിഷ്കാമമായി ഭജിക്കുകയാണെങ്കിൽ ആണ് മോക്ഷപദവിയിലേക്ക് എത്തിക്കാൻ പറ്റുക. നമ്മളൊക്കെ ഒരു ലിഫ്റ്റ് കൊണ്ട് ചെന്ന് ഭഗവാന്റെ മുമ്പിൽ ആവശ്യപ്പെട്ട് ഭജിച്ച ആ കാര്യം എത്തിച്ചു നമുക്ക് അത്രേ വേണ്ടു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ കണ്ട് ഒരു കാമനകളും ഇല്ലാതെ ഭഗവാനെ ഭജിക്കാൻ സാധിച്ചാൽ അതാണ് സംസാരസമുദ്രത്തെ കടക്കാൻ ഉപകരിക്കുക. മറ്റേ വീണ്ടും വീണ്ടും സംസാരത്തിലേക്ക് വരികയാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന വസ്തുക്കളൊക്കെ ഈ സംസാരത്തിലുള്ളതാണ്. ഇവിടെ ഇല്ലാത്തല്ലോ ചോദിക്കുന്നേ. അത് ചോദിച്ചു വാങ്ങിയാൽ ഇവിടെ തന്നെ വീണ്ടും കിടക്കും. അത് അനുഭവിക്കാൻ ഇവിടുന്ന് പോകാൻ പറ്റില്ല. അത് വീണ്ടും തരും. അത് അനുഭവിച്ചുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ കിടക്കും. ഇവിടെ വിട്ടുപോകാൻ പറ്റാതാവും. അതുകൊണ്ട് ഒരു കാമനകളും ഇല്ലാതാണ് അങ്ങയെ ആശ്രയിക്കുന്നതെങ്കിൽ മാത്രമേ, അതുകൊണ്ട് അങ്ങയുടെ പാതാരവിന്ദം എങ്ങനെയുള്ളതാണ്? ഭവസിന്ധുബോധമാണ്. സംസാരസമുദ്രത്തെ കടത്തിവിടാനുള്ള ഒരു വള്ളമാണ് അങ്ങയുടെ ഈ കാൽപാദങ്ങൾ. ഇതിനെ ആശ്രയിക്കുന്നവർക്ക് അവിടേക്കാണ് പോകാൻ പറ്റുക. പക്ഷേ നരകതുല്യമായ നീചയുവനിയിൽ ജനിക്കുന്ന എത്രയോ ക്ഷുദ്രജീവികൾക്കും അനുഭവിക്കാൻ പറ്റുന്ന വിഷയസുഖങ്ങൾക്ക് വേണ്ടിയാണ് ബുദ്ധിശക്തി നമ്മൾ വിനിയോഗിക്കുന്നത്. നമ്മൾ ഈ ചോദിക്കുന്നതൊക്കെ ഇവിടുത്തെ എല്ലാ ജന്തുക്കൾക്കും വേണ്ടതാണ്. അതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഭൗതികമായ സുഖങ്ങൾ ആണ് ചോദിക്കുക. വിവാഹം വേണം, ജോലി വേണം, സന്താനം വേണം. ഇതൊക്കെ ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടതാണ്. അവർക്കും സന്താനവും സമൃദ്ധിയൊക്കെ വേണ്ടതാണ്. ഇതൊക്കെ എല്ലാം ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഇതൊക്കെ ഈ ചോദിക്കുന്നേ. ഇതല്ല ചോദിച്ചു വാങ്ങേണ്ടത്. നമുക്കാർക്കും ലഭിക്കാനാവാത്ത ഒരു കാര്യം വേണ്ടേ ചോദിച്ചു വാങ്ങാൻ. ഇതൊക്കെ നമ്മൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കിട്ടും. പക്ഷെ നമ്മൾ വീണ്ടും അത് തന്നെ ചോദിക്കും. എന്തുകൊണ്ടാണ്? വിചാരശക്തി ഹനിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്താണ് ഈ ഹതമേധസഹ എന്ന് പ്രവചിച്ചുകൊണ്ടാണ്. നമ്മൾക്ക് വിചാരശക്തി തീരെയില്ല. ബുദ്ധി അതിനല്ല വിനിയോഗിക്കാൻ. ഭൗതികമായ കാമനകൾക്ക് വേണ്ടിയാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയുടെ ഏത് ആവശ്യങ്ങൾ ചോദിച്ചാലും അത് സാധിപ്പിച്ചു കൊടുക്കുന്നതായ അങ്ങയെ ഭജിക്കുന്ന ആൾക്കാരുടെ കാര്യം ആലോചിക്കുമ്പോൾ അവർക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റാതെ ഉണ്ടാവും. അതേ സമയത്ത് ഈശ്വരനായ അങ്ങേ കാമങ്ങളില്ലാതെ കണ്ട് ഭജിച്ചാൽ ഒരാഗ്രഹവും ഇല്ലെങ്കിൽ എന്നെ കൂടെ ഞാൻ അക്കരെ കൊണ്ടുവിടാമെന്ന് പറയും. അത്രേ ഉള്ളൂ. അതേസമയത്ത് ആഗ്രഹങ്ങളാണ് ശരി, അതൊക്കെ സാധിച്ചു ഇവിടെ തന്നെ എന്നുള്ളത് പറയും. ഏതാ വേണ്ടെന്ന് നമ്മൾ അതിശയിക്കുന്നു. ഇത് അങ്ങയുടെ വരദാനത്തിന്റെ മഹത്വമാണെന്ന് കർദമൻ തിരിച്ചറിഞ്ഞു. ഇത് നമ്മളോട് പറഞ്ഞത് നമ്മളും പലപ്പോഴും ഒക്കെ ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ട് ആവശ്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ, വാങ്ങിച്ചോട്ടെ, പക്ഷെ അത് മാത്രം പോരാ എന്ന് വിചാരിക്കണം. നമ്മൾക്ക് സംസാരസമുദ്രത്തിന്റെ അക്കരെ കടക്കാനുള്ള ഒരു വഴിയും കൂടി ചോദിച്ചു വാങ്ങണം. അല്ലെങ്കിൽ അത് നമുക്ക് ലഭിക്കണം എന്നൊരു വിചാരം ഉള്ളിൽ ഉണ്ടാവണം എന്ന് കർദവൻ നമ്മെ ബോധ്യപ്പെടുത്താനാണ് ഈ സ്തുതി വ്യാസൻ ഇങ്ങനെ അവതരിപ്പിച്ചത്. ഏ മായയാ ദേഹതമേധപാദാരവിന്ദം ഭവസിന്ധുബോധം ഉപാസതേ കാമലവായ തേഷാം രാഫീശ കാമാന്യരേപിയഫ്യുഃ. ഭവസിന്ധുബോധം ത്വത്പാദാരവിന്ദം കാമലവായ യേ ഉപാസതേ തേ മായയാ ഹതമേധസഃ നിരയേപി യഫ്യുഃ താൻ കാമാൻ തേഷാം ഹേ ഈശ രാഫി. യേ മായയാ ഹതമേധസത്വത്പാദാരവിന്ദം ഭവസിന്ധുബോധം ഉപാസതേ കാമലവായ തേഷാം രാഫീശ കാമാന്യരേപി യഫ്യുഃ. യേ മായയാ തേ ഹതമേധസത്വത്പാദാരവിന്ദം ഭവസിന്ധുബോധം ഉപാസതേ കാമലവായ തേഷാം രാഫീശ കാമാന്യരേപി യഫ്യുഃ. യേ മായയാ തേ ഹതമേധസത്വത്പാദാരവിന്ദം ഭവസിന്ധുബോധം ഉപാസതേ കാമലവായ തേഷാം രാഫീശ കാമാന്യരേപി യഫ്യുഃ. തഥാ സചാഹം പരിവോഢുകാമ
സമാനശീലം ഗൃഹമേധധേനും ഉപേയിവാൻ മൂലമശേഷമൂലം ദുരാശയ കാമദുഃഖം ഖൃപഫ്യം തഥാ ഫതാഹ. ഞാനും അങ്ങനെയാണ്. എങ്ങനെ? ആഗ്രഹം ചോദിച്ചു വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഇതൊക്കെ എനിക്കറിയാം. അപ്പോഴപ്പോഴുള്ള കാമനകൾ ചോദിച്ചു വാങ്ങുന്ന ആൾക്കാർ സംസാരസന്ധത്തെ കടത്താൻ പറ്റി ഈ പാതാരവിന്ദത്തെ മറക്കുന്നു. ഞാനും അങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്നത്. തഥാ അങ്ങനെ, സചാഹം ആ ഞാനും പരിവോഠുകാമ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ചോദിക്കാനാവുന്നേ. എന്താണ്? ഒരു നല്ല ഭാര്യയെ വേണം, അത്രേ ഉള്ളൂ. ഇതൊന്നും എല്ലാവരും ചോദിക്കുന്നതാണ്. കർദ്ദവൻ ഇപ്പോൾ ഇതാണ് ചോദിക്കാൻ വന്നിരിക്കുന്നത്. എന്താണ്? ബ്രഹ്മാവ് പറഞ്ഞു വിവാഹം കഴിക്കണം. എന്താണ്? ഈ അച്ഛൻ്റെ ജോലിയിൽ സഹായിക്കണം, പ്രജകളെ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. ഇതൊക്കെ വേണ്ടാത്ത ജോലിയാണെന്ന് അറിയാം. പക്ഷെ പിതാവ് നിർദ്ദേശിക്കുമ്പോൾ അത് സ്വീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാണ്. മടിയുണ്ടായത് വിവാഹം കഴിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടായിട്ടില്ല. വിവാഹം കഴിച്ചാൽ പിന്നെ സന്താനം ഉണ്ടാവണം. ഈ സന്താനങ്ങളെ പഠിപ്പിക്കണം, അവർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് പിന്നെ വിവാഹം വേണം, അവർക്ക് സന്താനം ഉണ്ടാകണം. അതിനുവേണ്ടി പിന്നെയും നമ്മൾ പ്രാർത്ഥിക്കും. അവർക്ക് സന്താനം ഉണ്ടായാൽ അവരെ നോക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. ഇതിങ്ങനെ ചങ്ങല പോലെ പോകും. എവിടുന്ന് എനിക്ക് പിന്തിരിഞ്ഞു പോരാൻ പറ്റുക? എവിടുന്നെങ്കിലും ഒന്ന് തിരിഞ്ഞു പോരണ്ടേ? എവിടുന്ന് പോരാൻ പറ്റില്ല. മക്കള്, മക്കളുടെ മക്കള്, അവരുടെ മക്കള്, ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേ പോകല്ലേ ചെയ്യുക. അതിൽ നിന്ന് എപ്പോഴാണ് ഞാൻ പിന്തിരിഞ്ഞു പോരേണ്ടത്? അതുകൊണ്ടാണ് ഞാനിത് വേണ്ടെന്ന് വെച്ചത്. ഇപ്പോഴേ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ പിന്തിരിഞ്ഞു പോകേണ്ട പ്രശ്നമില്ലല്ലോ. അപ്പോഴാണ് പിതാവ് ആവശ്യപ്പെട്ടത് അച്ഛൻ്റെ ജോലിയിൽ സഹായിക്കാൻ. ശരി, വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ എന്താണ്? അനുകൂലിയായ ഒരു പത്നിയെ കിട്ടിയില്ലെങ്കിൽ ജീവിതം മുഴുവൻ ദുരന്തമായി തീരും എന്നെനിക്ക് ഉറപ്പാണ്. അങ്ങനെ നല്ല പത്നിയെ കിട്ടണമെങ്കിൽ തപസ് ചെയ്യണം. അതിന് ഞാൻ തപസ് ചെയ്ത് അങ്ങേ പ്രീതിപ്പെടുത്തുകയാണ്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം പരിവോഠുകാമ, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആരെയാണ്? സമാനശീലം. എനിക്ക് തുല്യമായ സ്വഭാവമുള്ള ഒരാളെ കിട്ടണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ വരുന്ന ദുരന്തം നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ്. നമുക്ക് തുല്യമായ ശീലം അല്ലെങ്കിൽ സമാനശീലം ഗൃഹമേധധേനു, ഗാർഹസ്ഥ്യത്തിന് വേണ്ടിയുള്ളൊരു പശുവാണ് പത്നി. ഗൃഹമേധം, ഗാർഹസ്ഥ്യം. ആ ഗാർഹസ്ഥ്യാശ്രമത്തിലെ ഒരു കാമധേനുവാണ് പത്നി. ഗൃഹമേധധേനും ഉപയിവാൻ എന്താ പ്രാപിച്ചവനാണ് മൂലം അശേഷമൂലം. സമസ്ത പുരുഷാർത്ഥങ്ങളുടെയും മൂലത്തെ പ്രാപിച്ചവനാണ്. മൂലം അശേഷമൂലം, എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും, 4 പുരുഷാർത്ഥങ്ങളുടെയും മൂലത്തെ പ്രാപിച്ചവനാണ് ഞാൻ. ദുരാശയ കാമദുഃഖ അങ്കൃപഫ്യ. ദുരാശയനായ, ദുഷിച്ച അന്ധകരണത്തോടു കൂടിയവനായ എനിക്ക്. എന്താണ് അന്ധകരണം ദുഷിച്ചത്? വിവാഹം കഴിച്ച് സന്താന സമൃദ്ധികൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കുമ്പോൾ ഭൗതിക ലോക ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെടേണ്ടി വരും. അപ്പോൾ എൻ്റെ ആശയം, ബുദ്ധി കുറെ ദുഷിക്കാൻ കാരണമാകും. എങ്ങനെയായാലും അതുകൊണ്ടാണ് ദുരാശയനായ ഈ ഞാൻ അശേഷമൂലമായ മൂലത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചവനാണ്. ഗാർഹസ്ഥ്യാശ്രമത്തിന് വേണ്ടുന്ന ഒരു കാമധേനുവിനെ എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ വിവാഹത്തിന് ആഗ്രഹിക്കുന്നവനാണ്. കാമദുഃഖ അങ്കൃപഫ്യ, കൽപ്പവൃക്ഷത്തിൻ്റെ കാമത്തെ കറന്നു തരുന്ന അങ്കൃപം എന്നുവെച്ചാൽ വൃക്ഷം എന്നർത്ഥം. അങ്കൃപം, വൃക്ഷം.
അംഘ്രി കൊണ്ട് പാനം ചെയ്യുന്നതുകൊണ്ടാണ്, കാലുകൊണ്ട് കുടിക്കുന്നത് കൊണ്ടാണ്, വേരുകൊണ്ടാണല്ലോ വെള്ളം കുടിക്കുന്നത്, നമ്മളെ പോലല്ല. അതുകൊണ്ട് വൃക്ഷങ്ങൾക്ക് അംഘ്രിപം എന്ന് പേരുണ്ട്. അംഘ്രി എന്ന് വെച്ചാൽ എൻ്റെ വേരാണ്, പാദമാണ്. അതുകൊണ്ട് പാനം ചെയ്യുന്നു. അംഘ്രിണ പിബതി ഇതി അംഘ്രിപഃ. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് കൊണ്ട് വൃക്ഷങ്ങൾക്ക് അംഘ്രിപം എന്ന് പേരുണ്ട്. കാമദുഃഖ, ആഗ്രഹങ്ങളെ കറന്നു തരുന്ന വൃക്ഷം ഏതാണ്? കൽപ്പവൃക്ഷം. അത്രേ ഉള്ളൂ. ഒറ്റ വാക്കിൽ നിർത്തുന്ന കൽപ്പവൃക്ഷം എന്നേ ഉള്ളൂ. കാമദുഃഖാംഘ്രിപഫ്യ. ആഗ്രഹങ്ങളെ മുഴുവനും കറന്നു തരുവാൻ ആഗ്രഹിക്കുന്നവനായ ഞാൻ ഈ കൽപ്പവൃക്ഷത്തിന് അശേഷമൂലമായിരിക്കുന്ന അങ്ങയുടെ പാദത്തെ ഇതാ ഞാൻ പ്രാപിക്കുന്നു, ആശ്രയിക്കുന്നു അർത്ഥം. അല്പം മുമ്പ് ഞാൻ ഫകാമ ഭക്തന്മാരെ നിന്ദിച്ചതാണ്, ശരിയാണ്, അല്പം മുമ്പ് പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഈ ഞാനും ആ വർഗത്തിൽ പെട്ടിരിക്കുന്നവനാണ്, ക്ഷമിക്കൂ. കാരണം പിതാവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ നിന്ദ്യനാണ്. കാരണം എല്ലാവരെ പോലെ തന്നെയാണ് ഞാനും. പക്ഷെ ഇപ്പോഴത്തെ തൻ്റെ തപസ്സിൻ്റെ ഉദ്ദേശം മോക്ഷമൊന്നുമല്ല. അതല്ല താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? ഫകാമ ഭക്തന്മാരെ പോലെ നല്ല സ്വഭാവ ഗുണമുള്ള എന്നോട് തുല്യയായ ധർമാർത്ഥകാമങ്ങൾ സാധിച്ചു തരുന്ന ഒരു ഗൃഹസ്ഥാശ്രമ കാമധേനുവായ ഒരു ഭാര്യയെ ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അങ്ങയുടെ ഈ പാദത്തെ ആശ്രയിച്ചിരിക്കുന്നു ഞാനിപ്പോൾ. ഭാര്യയെ സ്വീകരിക്കുന്ന കൊണ്ട് വിഷയസുഖത്തിനുള്ള ആഗ്രഹങ്ങൾ എനിക്ക് ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ അന്ധക്കരണം ശുദ്ധമല്ല, ദുരാശയെന്ന് വിളിച്ച കൊണ്ടാണ് ഞാൻ. ഇനിയും 10,000 സംവത്സരം ഞാൻ തപസ് ചെയ്തിട്ടും എൻ്റെ കാമബീജം നശിച്ചു പോയിട്ടില്ല. അതിപ്പോഴും അടിയിൽ കിടക്കുന്നു. അതുകൊണ്ട് അന്ധക്കരണ ശുദ്ധിക്ക് കാരണമല്ല തപസ്, ഭക്തിയാണ് വേണ്ടത് എന്ന് സൂചിപ്പിച്ചു. ഭാഗവതത്തിലേക്ക് എത്തി. ഭാഗവതം ഭക്തിയാണ്. അന്ധക്കരണം ശുദ്ധമാണെങ്കിൽ തപസ് കൊണ്ട് പറ്റില്ലാതെ ഭാഗവതം പറയാം. 1000 വർഷം തപസ് ചെയ്തിട്ടും ഫലമുണ്ടായില്ല. അതേസമയത്ത് ഒരു ചെറിയ ഭക്തി കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? അന്ധക്കരണം ശുദ്ധമാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിപ്പോൾ ധർമാർത്ഥകാമങ്ങൾ സാധിക്കാൻ പറ്റിയ ഒരു പത്നിയെ ആഗ്രഹിക്കാം. അത് സാധിച്ചു തന്നെ എന്ന് പ്രാർത്ഥിക്കാം. തഥാ ഫചാഹം പരിവോഢുകാമ സമാനശീലം ഗൃഹമേധതേനും ഉപീവാൻ മൂലമശേഷമൂലം ദുരാശയ കാമദുഃഖം കൃപസ്യം. തഥാ ഫഹ അഹം ച ദുരാശയ സമാനശീലാം ഗൃഹമേധധേനും പരിവൂഢുകാമ കാമദുഃഖാംഘ്രിപസ്യ അശേഷമൂലം മൂലം ഉപീവാൻ. തഥാ സജാഹം പരിവോഢുകാമ സമാനശീലം ഗൃഹമേധധേനും ഉപീവാൻ മൂലമശേഷമൂലം ദുരാശയ കാമദുഃഖാംഘ്രിപസ്യം. തഥാ സജാഹം പരിവോഢുകാമ സമാനശീലം ഗൃഹമേധധേനും ഉപീവാൻ മൂലമശേഷമൂലം ദുരാശയ കാമദുഃഖം കൃപസ്യം. അങ്ങനെ അദ്ദേഹം ഒരു പത്നിയെ വേണമെന്ന് ആഗ്രഹിച്ചു. ഇനി എന്താ വേണ്ടതെന്ന് അടുത്ത ശ്ലോകം മുതൽ പറയുന്നുണ്ട്. ഗാർഹിസ്ഥ ജീവിതത്തിൻ്റെ ദോഷാംശങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഇതൊരു ആവശ്യമാണ് എന്ന് സൂചിപ്പിച്ചിട്ട് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മുടെ സമയം അതിക്രമിച്ചു, 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും നമുക്ക് നീണ്ടുപോയാൽ നിങ്ങളുടെ ഉറക്കത്തിന് തടസ്സം വരുത്തണ്ട. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇന്ന് ഉപസംഹരിക്കാം. അതിനുശേഷം സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.